പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസ് പ്രതി ചെന്താമരയുടെ ജാമ്യ ഹർജി തള്ളി. ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്താണ് കോടതിയുടെ നടപടി? അല്പസമയം മുൻപാണ് ആലത്തൂർ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി ഈ ചെന്താമരയുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം അതിന്റെ വാദങ്ങളെല്ലാം പൂർത്തിയായിരുന്നു. പ്രോസിക്യൂഷൻ ശക്തമായി തന്നെ എതിർത്തിരുന്നു. ചെന്താമരയെ പുറത്തുവിട്ടാൽ നാട്ടുകാരുടെ ജീവന് തന്നെ അത് വലിയ ഭീഷണിയാണ് എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. പക്ഷേ ചെന്താമരയുടെ അഭിഭാഷകൻ വളരെ കൃത്യമായി തന്നെ മുഖങ്ങൾ ഉയർത്തിയിരുന്നു. ചെന്താമരയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ചെന്താമരയാണ് ഈ കൊലപാതകങ്ങൾ ചെയ്തത് എന്നതിന് തെളിവില്ല എന്നാണ് അവരുടെ ഒരു വാദം ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് പൂർണ്ണമായി തള്ളിക്കളയുകയായിരുന്നു ആലത്തൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ്. എന്തായാലും അല്പസമയം മുൻപ് കോടതി ഉത്തരവ് വന്നിരിക്കുന്നു. നാട്ടുകാരുടെ ജീവന് ഭീഷണിയുണ്ട്. ഈ ചെന്താമര ഒരു സ്ഥിരം കുറ്റവാളിയാണ്. ഇനിയും ആളുകളെ കൊല്ലാനുള്ള സാധ്യതയുണ്ട്. ഇയാളെ ജയിലിൽ തന്നെ പിടിച്ചിടണമെന്ന പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചിരിക്കുന്നു. ചെന്താമര എന്ന കൊലയാളിക്ക് ഇപ്പോൾ ജാമ്യമില്ല. ഇനി വേണമെങ്കിൽ ജില്ലാ കോടതിയെ സമീപിക്കാം, അതിനുശേഷം ഹൈക്കോടതിയിലേക്ക് പോകാം. പക്ഷേ അപ്പോഴും അവിടെയെല്ലാം തന്നെ പ്രോസിക്യൂഷൻ ശക്തമായ വാദമുകൾ ഉന്നയിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും ചെന്താമരയ്ക്ക് ജാമ്യം ലഭിക്കില്ല എന്ന കാര്യത്തിൽ ഇപ്പോൾ ഏതാണ്ട് തീരുമാനമായിരിക്കുന്നു. നെന്മാറ ഇരട്ടക്കൊലപാതക കേസ് പ്രതി ചെന്താമരയുടെ ജാമ്യ ഹർജി കോടതി തള്ളി.